ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ പോപ്പുലർ ഡെസ്റ്റിനേഷൻസിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഗലാറ്റ ടവർ കാണാനാണ്. ഇവിടെ കൂടുതലും യൂസ് ചെയ്തത് പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരുന്നു. നമ്മൾ ട്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ കരോക്കെ സ്റ്റേഷനിലേക്ക് എത്താം. അവിടെ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് നടന്നാൽ നമുക്ക് അവിടെ ചെല്ലാം. The wait is over, guys. Finally, I'm standing before the iconic Galata Tower. എന്നെ പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് അല്ലേ? നമുക്കിനി ഒരുമിച്ച് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. കം ഓൺ. ടിക്കറ്റ് ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. booking.com വഴിയാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ടോട്ടൽ 9 ഫ്ലോർ ഉണ്ട്. പക്ഷെ എല്ലാ ഫ്ലോറിലേക്കും നമുക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി ടോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് ദ സ്റ്റെയർസ്. നമ്മളിവിടുത്തെ ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ഈ ടവർ അവർ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വാച്ച് ടവറായിട്ടും പ്രിസണായിട്ടും പിന്നെ ഫയർ വാച്ച് ടവറായിട്ടും. 7th ഫ്ലോറിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഇസ്താംബുൾ സിറ്റിയുടെ ഒരു മോഡലാണ്. 8th ഫ്ലോറിൽ നമ്മൾ ചെല്ലുമ്പോൾ ഓപ്പൺ എയർ ഒബ്സർവേറ്ററി ബാൽക്കണി കാണാം. നമുക്കവിടെ നടക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ, ഇൻസെയിനാണ്, ഒന്നും പറയണ്ട. നമുക്ക് ഈ ഇസ്താംബുൾ ഫുള്ള് സിറ്റി നമുക്ക് അവിടെ നിന്ന് കാണാം. ഹാക്കിയ സോഫിയയും ബ്ലൂ മോസ്കും പിന്നെ ബോസ്ഫറസ് സീയൊക്കെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ക്ലൗഡി ആയിരുന്നു. അത് കാരണം കൊണ്ട് വ്യൂ ഒന്നും അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണില്ല. എക്സിറ്റ് പോകാനായിട്ടേ നമ്മൾ ഈ നാരോ സ്റ്റെയർസാണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കാരണം ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഓവർഗ്രൗണ്ടിൽ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഒരുപാട് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. ഗലാട്ട ടവർ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് അടുത്തുള്ളൊരു കഫേയിലായിരുന്നു. ഇൻസ്റ്റയിൽ റീൽസിൽ കണ്ടിട്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക് കഴിക്കാനായിട്ടാ ഞങ്ങൾ അവിടെ പോയേ.
ഡെലീഷ്യസ് ആയിരുന്നു. പക്ഷെ എനിക്കത് ഫുള്ള് കഴിക്കാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് ഫോർ മീ ഇറ്റ്സ് സോ സ്വീറ്റ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഒരു പാലസ് വിസിറ്റ് ചെയ്യാനായിരുന്നു. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പാലസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഔട്ട്സൈഡിലുള്ള വ്യൂസാണ് ഇതൊക്കെ. ടിക്കറ്റ് കൗണ്ടർ ഔട്ട്സൈഡ് തന്നെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്താലും മതി. ഞങ്ങൾ ഓൺലൈനിൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനിലേക്കാണ്. കുറേ ചെടികളും ഫൗണ്ടെയിനും. ജസ്റ്റ് ഫീൽ ലൈക്ക് എ ലിറ്റിൽ പാരഡൈസ്. ഞാൻ നിൽക്കുന്നത് ഈ പാലസിൻ്റെ ഫ്രണ്ടിലാണ്. പക്ഷേ അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ലാന്ന്. അപ്പം ഞാനിതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ പാലസിൻ്റെ ഇൻസൈഡ് കണ്ടു. ഒരു റോയൽ വൈബ് തന്നെയാട്ടോ അതിനകത്ത്. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് സ്റ്റെപ്പിംഗ് ഇൻ ടു ഹിസ്റ്ററി. ഇത് പാലസിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ പാലസ് കണ്ടിറങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ഒരു സീ സൈഡ് കാണുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ചു നേരം നിന്നു. ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടും. എനിക്ക് അങ്ങനെയാട്ടോ ഫീൽ ചെയ്തത്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ഗ്രാൻഡ് ബസാർ കാണാനാണേ. അങ്ങനെ ഞങ്ങൾ ഗ്രാൻഡ് ബസാറിലെത്തി. നമുക്കിനി ഇവിടുത്തെ പ്ലേസൊക്കെ ഒന്ന് കാണാം കേട്ടോ. കുറച്ച് ലേറ്റായിട്ട് വന്ന കാരണം കൊണ്ടേ കുറച്ച് ഷോപ്പൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ ടർക്കിയിൽ വരുമ്പോഴേ നമ്മളൊരുപാട് ഷോപ്പിൽ ഈ ഒരു ബ്ലൂ ചാം ഓർ ഈവിൾ ഐ പ്രൊട്ടക്ടർ കാണാം. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളിന്ന് ട്രൈ ചെയ്തത് ക്ലേ പോട്ട് മട്ക ചിക്കനാണ്. ഇവിടെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാഫ് നല്ല ഫ്രണ്ട്ലി ആണ്. പക്ഷെ പ്രൈസ് വളരെ കൂടുതലായിരുന്നു.
Hadi abi sen abi tutun artık. Bunlardan 3 tane teslim ediyoruz. Hadi. ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. ഐക്കോണിക് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷമായി. സ്റ്റേ ട്യൂൺഡ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.